ഹലോ നമസ്കാരമുണ്ടേ. ഇത് നമ്മുടെ ദേശീയപാതയാണ്. ദേശീയപാതയിൽ സർവീസ് റോഡാണ്. സർവീസ് റോഡിൽ വണ്ടി ഓടിക്കുന്ന പല ആൾക്കാർ വളരെ അശ്രദ്ധയോടുകൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ ചെറിയ ഏരിയയിലെല്ലാം ടൂ വേയും കൂടിയാണ്. അപ്പോൾ ആൾക്കാർ പുറത്തുനിന്ന് വരുന്ന ഡ്രൈവേഴ്സിന് ഇത് അത്ര ശ്രദ്ധിക്കുന്നില്ല. കാരണം അണ്ടർ പാസ് ഉണ്ട്, അതിൽ കൂടി പിന്നെ ചെറിയ വാഹനങ്ങൾ ഈ സർവീസ് റോഡിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള പോക്കറ്റ് റോഡ് കൂടി വഴി സർവീസ് റോഡിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാറ് അല്ലെങ്കിൽ ബസ്സെല്ലാം നേരെ സ്ട്രെയിറ്റായിട്ട് നല്ല സ്പീഡിലാണ് സർവീസ് റോഡിൽ പോകുന്നത്. അപ്പോൾ ഇത് വലിയ അപകടങ്ങൾ, പല അപകടങ്ങളും ഈ സർവീസ് റോഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ വണ്ടി ഓടിക്കാവൂ. അല്ല റോഡിൽ അല്ല സർവീസ് റോഡ് നല്ല ആളില്ല അല്ലെങ്കിൽ തിരക്ക് കുറവാണെന്ന് വിചാരിച്ച് നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുക. കാരണം ചില അപകടം ഉറപ്പാണ്. പലതും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാമല്ലോ, ഇപ്പം ദേശീയപാതേൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. പലയിടത്തും ചെറിയ ചെറിയ വർക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല റോഡായതിനു ശേഷം നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. ഇവിടെ നല്ല ജാഗ്രതയോട് കൂടി മാത്രമേ ഇപ്പോൾ സർവീസ് റോഡിൽ കൂടി വണ്ടി ഓടിക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സർവീസ് റോഡിൽ കൂടി വണ്ടി ഓവർടേക്കുമ്പോൾ വളരെ ശ്രദ്ധയാണ്. കാരണം വെച്ചാൽ ചെറിയ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ റോഡാണ്. അതിൽ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലം വളരെ കുറവാണ്. അങ്ങനെ തന്നെ ഓവർടേക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ഉരസിയാൽ പോലും ബ്ലോക്കായി. ആ സർവീസ് റോഡ് മൊത്തം ബ്ലോക്കായി. പല ആംബുലൻസ് വരെ പോകാനുള്ള സാധ്യത കുറഞ്ഞു. അപ്പോൾ വലിയ രീതിയിലുള്ള ബ്ലോക്ക് വരുന്നു. അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് പരമാവധി ഓവർടേക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ സർവീസ് റോഡുമ്മിൽ പിന്നെ പാർക്കിങ് ചെയ്യുന്നുണ്ട് ചില വണ്ടിക്കാർ. അപ്പോൾ അത് ഈ ബസ് സർവീസ് റൂട്ടിലുള്ള ബസ് സ്റ്റോപ്പിലുള്ള നമ്മൾ ഡെയിലി ബസ്സിൻ്റെ സർവീസ് ബസ്സിൻ്റെ അപ്പോൾ അത് അവർക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടാണെന്ന്. കാരണം ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുന്നില്ല. അവിടെ എന്തെങ്കിലും പാർക്കിങ് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കാറോ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ വേറൊരു സ്ഥാനത്തേക്ക് അത് മാറ്റി പിന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വണ്ടി ഓടിക്കട്ടെ. ഓക്കെ, ബൈ.